നമസ്കാരം ഫവാസെ. നമസ്കാരം. ഇവിടെ കോൺഗ്രസിൻ്റെ ഭരണം വന്നിട്ട് നാളുകളെ ആവുന്നേ ഉള്ളൂ. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കൊണ്ടും കൊടുത്തും നല്ലതും ചീത്തയുമാണ് എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് വി ഡി സതീശൻ മന്ത്രിസഭ അങ്ങനെ ഉരുണ്ടുരുണ്ട് മുന്നോട്ട് പോകുന്നു. അക്ഷരാർത്ഥത്തിൽ അവർക്കൊന്നും ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഭരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു വരുന്നതേ ഉള്ളൂ. ബജറ്റ് അവതരണം കഴിഞ്ഞു. ഇനി പദ്ധതികൾ എങ്ങനെ നടപ്പാക്കും, പണം എവിടെ നിന്ന് കണ്ടെത്തും, അതിൽ എന്തൊക്കെ വിഭവ സമാഹരണം വേണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചന നടക്കുന്നേ ഉള്ളൂ. ഇതിനിടയിൽ വി ഡി സതീശൻ എന്ന നേതാവിന് കൂടുതൽ തലവേദനയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വി എം സുധീരൻ്റെ ചില ഇടപെടലുകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വി എം സുധീരൻ ആദ്യം ഇടപെട്ടത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടൊരു കേസിലാണ്. SNDP കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി ആയിരുന്ന കെ മഹേശൻ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയും എല്ലാം ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് കണിച്ചുകുളങ്ങര SNDPയുടെ ഓഫീസിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. 6 വർഷം കഴിഞ്ഞു സംഭവം നടന്നിട്ട്. എന്നാൽ അതിനുശേഷം പേരിനൊരു അന്വേഷണ സംഘത്തേക്ക് രൂപീകരിച്ച് കെ മഹേശൻ്റെ കൊലപാതകമല്ല ദുരൂഹമരണവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടന്നപ്പോൾ കെ മഹേശൻ്റെ ഭാര്യയായ ഉഷയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് പിണറായി വിജയൻ്റെ പോലീസിൻ്റെ തീരുമാനവും നടപടിക്രമങ്ങളും ഒക്കെ നമ്മൾ കണ്ടത്. വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ മകനും ആ കേസിൽ 3-ാം പ്രതിയുമായ തുഷാർ വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യാനോ 2-ാം പ്രതിയായ അനിൽകുമാറിനെ ചോദ്യം ചെയ്യാനോ പിണറായി വിജയൻ്റെ പോലീസ് മെനക്കെട്ടില്ല. സംഭവം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടും ഇതിലൊരു തീരുമാനം ഉണ്ടാകാതെ പോയപ്പോൾ മാറിയ സാഹചര്യത്തിൽ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വി എം സുധീരൻ ഒരു കത്തയക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്ക്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ അനീതികൾക്ക് അല്ലെങ്കിൽ ദുർചെയ്തികൾക്ക് ഇരയായി ജീവനൊടുക്കേണ്ടി വന്ന കെ മഹേശൻ്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം. ഒപ്പം മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വി എം സുധീരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കത്തെഴുതിയത്. വി ഡി സതീശൻ ആ കത്തിൻ്റെ ഒരു കോപ്പി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി. എന്നാൽ യാതൊരു നടപടികളും ഉണ്ടായില്ല. വീണ്ടും വി എം സുധീരൻ സതീശന് കത്തെഴുതുന്നു. ആ സങ്കടഹർജി കൂടി വെച്ചിട്ട് ആ കത്തിനോടൊപ്പം കെ മഹേശൻ്റെ ഭാര്യ വിധവ ഉഷയുടെ സങ്കടഹർജി കൂടി വയ്ക്കുന്നു. ഈ പ്രാവശ്യം അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും അയക്കുന്നു. ഇതിലും ഇതുവരെയും തീരുമാനം ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയ്ക്ക് അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് എന്ന് ബജറ്റിനോടനുബന്ധിച്ച് വി ഡി സതീശൻ്റെ പ്രഖ്യാപനം വരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുത്ത് അങ്ങനെ കുടിയന്മാരുടെ ചങ്ക് തുളയുന്ന തരത്തിലുള്ള വീര്യം കൂടിയ മദ്യത്തിൻ്റെ വിപണനം നിർത്തലാക്കുക, അതോടുകൂടി വീര്യം കുറഞ്ഞ മദ്യം അവർ വാങ്ങിക്കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള വി ഡി സതീശൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വടിയെടുത്തുകൊണ്ട് തന്നെ സുധീരൻ രംഗത്ത് വരുന്നു. അതൊരു കാരണവശാലും അനുകൂലിക്കാൻ പറ്റില്ല, പിൻവലിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ ആർജവത്തോടു കൂടി വി ഡി സതീശനെ കടന്നാക്രമിക്കുന്ന വി എം സുധീരനെയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദർശധീരനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ AK ആൻ്റണിയാണ് എന്ന് എല്ലാവരും പറഞ്ഞേക്കാം. കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന AK ആൻ്റണിയാണ് ആദർശത്തിൻ്റെ ആൾരൂപം കോൺഗ്രസിലെ എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിലും ഒരുപക്ഷെ AK ആൻ്റണി പോലും മാതൃകയാക്കേണ്ട ആദർശത്തിൻ്റെ ആൾരൂപമാണ് വി എം സുധീരൻ എന്ന മട്ടിലാണ് ഇപ്പോൾ സുധീരൻ്റെ ഇത്തരം ചെയ്തികൾ. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, 10 വർഷക്കാലം പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോഴുണ്ടായിരുന്ന അനീതിക്കോ അഴിമതിക്കോ എതിരെയൊന്നും ഈ വി എം സുധീരൻ്റെ ഒരു വാക്ക് പോലും നമ്മൾ കണ്ടില്ല, ഒരു പ്രസ്താവന എവിടേക്കും അയക്കുന്നതും കണ്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ UDFന് അധികാരം കിട്ടുമ്പോൾ മാത്രം ഇദ്ദേഹം ഇങ്ങനെ ആദർശശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് ഒരു പൊതുപ്രവർത്തകന് ഭൂഷണമാണോ? വി എം സുധീരൻ എന്നുള്ള നേതാവിനോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ആരുടെ അനീതിക്കെതിരെയും ആദർശവിരുദ്ധമായി എന്ത് നടന്നാലും അതിന് പ്രതികരിക്കേണ്ടത് തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചാരായ നിരോധനവുമായി ബന്ധപ്പെട്ട് വലിയ പുകലുകളുണ്ടാക്കി വീണ്ടും ഉമ്മൻചാണ്ടിക്ക് കിട്ടാവുന്ന തുടർഭരണം ഇല്ലാതാക്കിയത് വി ഡി സതീശൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് പരക്കെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നു. മാത്രമല്ല, സ്പീക്കറായിരുന്ന സമയത്ത് കരുണാകരനുണ്ടാക്കിയ വലിയ തലവേദന കരുണാകരൻ വീണ്ടും അനുസ്മരിച്ചിട്ടുണ്ട്. പിന്നീട് മന്ത്രിസഭ കിട്ടിക്കഴിഞ്ഞപ്പോൾ AK ആൻ്റണി കരുണാകരനോട് വി എം സുധീരന് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സുധീരനൊഴികെ വേറെ ആർക്ക് വേണമെങ്കിലും ആൻ്റണി മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു.
അങ്ങനെ വി എം സുധീരൻ എനിക്ക് ആ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആദർശധീരതയിൽ സുധീരൻ ആദർശധീരനായ നേതാവ് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആദർശധീരത എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ഫവാസ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്ന നേതാവ് തന്നെയാണ് വി എം സുധീരൻ. അത് മറ്റാരൊന്നുമല്ല, സ്വന്തം പാർട്ടി പ്രവർത്തകരാണ് വി എം സുധീരനെതിരെ രംഗത്തുള്ളത് എന്നുള്ളതാണ്. കാരണം അവരെല്ലാം ഇപ്പം ഞാനൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിച്ചപ്പം എത്രത്തോളം ശരിയാണെന്നറിയില്ല, ഒരു യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ എഴുതിയ ഒരു പോസ്റ്റായിരുന്നു. അതിൽ പറയുന്നത്, നിങ്ങൾക്ക് ഇനിയും പാർട്ടിയെ നശിപ്പിച്ചത് മതിയായില്ലേ, ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചില്ലാണ്ടാക്കി നാരായണ കലയെടുപ്പിച്ച പോലെ ആ പാർട്ടിയെ പിന്നീട് തോൽപ്പിക്കുന്നതിലെത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവാണ് നിങ്ങൾ. അതിനുശേഷം രണ്ടാമതൊരു ആരോപണമായിട്ട് ഇപ്പോൾ നിങ്ങൾ വരുന്നത് വി ഡി സതീശനെതിരെയാണ്. ഇനി ഈ പാർട്ടിയെയും ഈ നേതാവിനെയും നിങ്ങൾ ഇല്ലാണ്ടാക്കുമോ എന്നുള്ള വലിയ തരത്തിൽ ചോദിച്ചിന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വി എം സുധീരനെതിരാണ്. സതീശൻ ഈ പറഞ്ഞ പോലെ അത് ബഡ്ജറ്റിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷെ പ്രഖ്യാപിച്ചിട്ടോ ചെയ്ത് നടത്തിലാക്കിയിട്ടോ ഒന്നുമില്ല. സതീശൻ പോലും പറഞ്ഞത് ഇത് മുന്നണിക്കുള്ളിലും ചർച്ച ചെയ്ത് UDF എന്ന് പറഞ്ഞ സംഘടനക്കുള്ളിൽ നിന്ന് ചർച്ച ചെയ്ത് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ സാർ നടപ്പാക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു സാമാന്യ മര്യാദ പാർട്ടിക്കുള്ളിൽ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഇല്ല എന്നുള്ളതല്ല, പക്ഷേ കുറേയൊക്കെ ഉണ്ടാകുമ്പോൾ അത് പാർട്ടി യോഗം ചേരുമ്പോൾ പാർട്ടിക്കുള്ളിലാണ് അദ്ദേഹം ഈ സാധനങ്ങൾ. കാരണം അദ്ദേഹത്തിൻ്റെ കൂടി പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അപ്പോൾ അവരുടെ മുന്നണിയായ UDFൻ്റെ ഇത് ചേരുമ്പോൾ അതിലായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് ഈ സാധനം മുമ്പോട്ട് വെക്കേണ്ടത്, ഇത്തരത്തിൽ വിയോജിപ്പുണ്ട് എന്നുള്ളതും. പൊതുരംഗത്ത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അത് മുന്നണിയിൽ ആലോചിക്കണമല്ലോ, അങ്ങനെ വേണമല്ലോ, അതാണല്ലോ മര്യാദ. അതെ, മുന്നണിയായിട്ടും പാർട്ടിയായിട്ടും കൂടി ആലോചിച്ച ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ വിഷയത്തിൽ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചത് CPM തന്നെയാണ്. കാരണം ഇത്തരത്തിൽ എന്താ പറയുക, പുറത്തോട്ട് ഒരു കാര്യങ്ങളും വരില്ല, പക്ഷെ അത് തീരെ വരാണ്ടിരുന്നാൽ എന്താവും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 2026 ഇലക്ഷൻ. കാരണം ആർക്കൊന്നും പറയാൻ പേടിയാണ്. കാരണം ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മേലെ ആരെങ്കിലും ഉയർന്നു വന്നാൽ വെട്ടില്ലാണ്ടാകും. അതുകൊണ്ട് തങ്ങളുടെ പൊസിഷൻ സേഫ് ആക്കിയ നേതാവിനെതിരെ ഒന്നും പറയാണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പാർട്ടി ഇത്ര വലിയ തോൽവിയിലേക്ക് പോയത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സുധീരൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാലത്തും കരുണാകരൻ്റെ കാലത്തെ സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. കാരണം ആ വിഷയം ഞാൻ എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ആന്റണി വളരെ നിർബന്ധം പിടിച്ചു കരുണാകരൻ മന്ത്രിസഭയിൽ വി എം സുധീരനെ ഒരു മന്ത്രിയാക്കണം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് കരുണാകരൻ്റെ ഒരു നിലപാടുകൾ നമുക്കറിയാലോ, ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത ആൾ തന്നെയായിരുന്നു. സ്ഥിരത, ദൃഢനിശ്ചയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡർ എന്ന വിശേഷണത്തിന് അന്ന് ഏറ്റവും സർവ്വതായോഗ്യനായ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു കേരളത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് ചില നിലപാടുകളെടുത്താൽ നിലപാടുകളുടെ സുതാര്യതയോ അല്ലെങ്കിൽ അതിൻ്റെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആര് പറഞ്ഞാലും മാറ്റില്ലായിരുന്നു. ഈ നിലപാടുകൾ തന്നെയാണ് അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധിയായിട്ട് അടുപ്പിച്ചതും ഇന്ദിരാഗാന്ധിയായിട്ട് പിന്നീട് അദ്ദേഹം ഇന്ദിരാഗാന്ധി ഉള്ളപ്പോഴല്ല രാജീവ് ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസുമായി അദ്ദേഹം തെറ്റിപ്പിരിയുന്നതൊക്കെ, പിന്നീട് അദ്ദേഹം DIC രൂപീകരിക്കുന്നതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ആ നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് കെ മുരളീധരൻ അച്ഛൻ്റെ നിലപാടിൽ നിന്ന് മാറി വീണ്ടും കോൺഗ്രസിലേക്ക് ആദ്യം പോയത് കെ മുരളീധരൻ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ വലിയ വിഷയങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും ഇങ്ങനെയൊരു വിഷയം പാർട്ടിക്കകത്ത് ഫവാസ് സൂചിപ്പിച്ചതുപോലെ സ്വന്തം പാർട്ടിക്കകത്ത് ഇത് ആലോചിച്ചതിന് ശേഷം അത് പൊതുരംഗത്തേക്ക് വിടുക അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യുക എന്നുള്ള ഒരു രീതി സുധീരനും കാണിച്ചില്ല. അവിടെയാണ് കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങുകൾ ഇപ്പോഴും പറയുന്നത്. അതായത് പാർട്ടി നശിച്ചാലും വേണ്ടില്ല, എൻ്റെ വ്യക്തിപരമായ നിലപാടുകൾ, എൻ്റെ ആദർശം ജനം കണ്ട് കോരിത്തരിച്ച് കൈയടിക്കട്ടെ, ഞാൻ ആദർശവാനായ നേതാവാണെന്ന് ജനം തിരിച്ചറിയട്ടെ എന്നുള്ള നിലപാടോടുകൂടിയാണോ വി ഡി സതീശനെതിരെ പി എം സുധീരൻ ഇത്തരം നിലപാടുകൾ പുലർത്തുന്നതെന്നുള്ളതാണ് ചോദിക്കുന്നത്. സുധീരനോട് ഒരു കാര്യത്തോട് നമുക്ക് യോജിക്കാൻ പറ്റും. ഈ കാര്യത്തോട് ഇപ്പം സതീശനെതിരെ ഇത്തരത്തിലൊരു നീക്കം നീങ്ങിയത് ഇതിനെതിരെ പൂർണ്ണമായിട്ട് വിയോജിപ്പുണ്ട്. അതേസമയം തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ കൃത്യമായ നിലപാടെടുത്തതിന് അദ്ദേഹത്തോട് പൂർണ്ണ യോജിപ്പ് നമുക്കുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി എല്ലാ പാർട്ടിക്കാരും ഒരേപോലെ ഭയപ്പെട്ടൊരു നേതാവായിരുന്നു. കാരണം സമുദായിക നേതാവിനെതിരെ തൊട്ട് കഴിഞ്ഞാൽ ആ സമുദായത്തിന് വോട്ട് കിട്ടുമോ എന്നുള്ള വലിയ പേടി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മുന്നണികൾക്കും ഉണ്ട്. അത് UDFനായാലും UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരുപക്ഷെ RSPയുടെ പോലും നേതാക്കന്മാർക്ക് ഈ സാധനം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആ സമയത്ത് ഇത്തരത്തിൽ കൃത്യമായ നിലപാടെടുത്തൊരു നേതാവ് തന്നെയാണ് വി എം സുധീരൻ. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണം എന്നുള്ളതും അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സങ്കടഹർജി അടക്കം വെച്ചിങ്ങാണ്ട് പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്തെഴുതി. ആ വിഷയത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം നീതി കിട്ടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് അതിനെന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ
നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമെന്നുള്ളത്. കാരണം വെള്ളാപ്പള്ളിയെ പേടിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുക, എന്തായാലും ആഭ്യന്തര വകുപ്പിനെ വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള നീക്കം എന്തായാലും രമേശ് ചെന്നിത്തല നടത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി അഥവാ ഉണ്ടാക്കിയാൽ തന്നെ പാർട്ടിയുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു എന്താ പറയുക സിസ്റ്റം അതിനെതിരെ തിരിഞ്ഞു വന്നാൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹം ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ SIT ഒക്കെ വെച്ചുകൊണ്ട് ചെറിയൊരു അന്വേഷണം നടത്തി അത് അവസാനിപ്പിക്കാനാണ് ചാൻസ്. കാരണം അദ്ദേഹത്തെ തൊടാൻ മാത്രം ധൈര്യം നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ സതീശനും VM സുധീരനും ഒഴികെ ബാക്കി ആർക്കെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സതീശൻ ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിക്ക് തീരെ വില കൊടുക്കാത്ത നേതാവാണ്, അത് തെളിയിച്ചതാണ്. ആ വില കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ 102 സീറ്റ് കിട്ടിയതും. അപ്പോൾ എന്തായാലും ഒരു വിഷയത്തോട് VM സുധീരൻ നമുക്ക് യോജിപ്പുണ്ടെങ്കിലും ഇത്തരത്തിൽ പാർട്ടിയെയും മുന്നണിയെയും ഇല്ലാണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടിനെ വിമർശിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ. അല്ല, ഏത് സർക്കാർ ഇപ്പോൾ നിലവിൽ വന്നാലും ഏത് സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം ഇവിടെ മദ്യനികുതിയിൽ നിന്നുള്ള വരുമാനമാണെന്നുള്ള യാതൊരു തർക്കമില്ല. അപ്പം അത് ഏത് തരത്തിൽ കൂടി ആലോചിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ പണ്ട് ചാരായ നിരോധനത്തെ കുറിച്ച് സംസാരിച്ചതുപോലെ കാടടച്ച് വെടിവെച്ചു എൻ്റെ തീരുമാനം ഇതാണ് ശരിയെന്നുള്ള മട്ടിൽ PM സുധീരൻ പൊതുരംഗത്ത് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിൽ കോൺഗ്രസിനകത്ത് ഇപ്പോഴും മുറുമുറുപ്പുണ്ട്. കാരണം 10 വർഷക്കാലം കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കോൺഗ്രസിന് ഭരണം കിട്ടുമ്പോൾ അത് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ആലോചിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ VD സതീശൻ തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം നികുതി ഇളവിനെ കുറിച്ച്, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്, വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിപണനം ചെയ്യണോ എന്ന് മുന്നണി തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ നികുതി ഈ രീതിയിലായിരിക്കും എന്നാണ് പ്രസ്താവിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. മുന്നണിയിൽ തീരുമാനിച്ച ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിതരണം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുന്നില്ല, നികുതിയുടെ പ്രശ്നമില്ല. അപ്പോൾ ഇത്തരം ഒരു ക്ലാരിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ തന്നെയാണ് VM സുധീരൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഇവിടെ നേരത്തെ ഫവാസ് സൂചിപ്പിച്ചതുപോലെ VM സുധീരൻ ആദ്യത്തെ കത്ത് VD സതീശനെ അയക്കുമ്പോൾ VD സതീശൻ അത് വളരെ ബോധപൂർവ്വം ആഭ്യന്തര വകുപ്പിന് അയച്ചു. ആഭ്യന്തര വകുപ്പാണല്ലോ ഇത്തരം കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ഈ കത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരക്ഷരം രമേശ് ചെന്നിത്തല പറഞ്ഞില്ല. പിന്നെ കുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഒരു കത്ത് ഞാൻ കണ്ടു, എനിക്ക് നേരിട്ട് പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് പരാതി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് തന്നെ VD സതീശൻ അയച്ചു, അല്ല VM സുധീരൻ അയച്ചു. അപ്പോഴും ആ പരാതിയിന്മേൽ ഇതുവരെയും നടപടിയൊന്നും എടുത്തതായി കണ്ടില്ല. എന്തായാലും നടപടി എടുക്കും എന്ന് നമുക്ക് തോന്നുന്നുമില്ല. കാരണം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളുടെ അവരെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതിഞ്ഞു പിടിക്കുന്ന രീതിയിൽ അത്രയും ഹോൾഡുള്ള നേതാക്കന്മാർ അവരെയൊക്കെ. അതെ. അപ്പം അതുകൊണ്ട് അവരുമായിട്ട് ഇപ്പോൾ ഈ മതവിഭാഗങ്ങളുടെ സമ്മതി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരാണ് ഞങ്ങളെ ഈ സ്ഥലത്ത് എത്തിച്ചിരിക്കണതെന്നൊക്കെയുള്ള ഒരു കടപ്പാടിൻ്റെ പുറത്തോ എന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഇത്തരം സംഭവവികാസങ്ങളോട് ഇവർ പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ പണ്ടൊക്കെ ആവാമായിരുന്നല്ലോ, ഈ കേരളത്തിൽ ഇങ്ങനൊരു വിഷയം നടന്നു കഴിഞ്ഞപ്പോൾ എത്ര കാര്യങ്ങൾക്ക് ഇവർ പൊതു താല്പര്യപ്രകാരം എന്താണ് ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം ആരും കേസ് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, അതിന് പരാതി കൊടുത്തിട്ടില്ലല്ലോ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. എനിക്ക് തോന്നുന്നു AI ക്യാമറ വിവാദത്തിലൊക്കെ അദ്ദേഹം ഒരുപാട് മുന്നോട്ട് പോയതാണ്. അതിൽ നടന്ന അഴിമതിയൊക്കെ കണ്ടെത്തിയ സെക്രട്ടേറിയറ്റിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അദ്ദേഹത്തിന് വിവരങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഈ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിലെ അനീതിക്കും അഴിമതിക്കെതിരെ എങ്ങനെ നിലപാടെടുക്കണമെന്ന് വ്യക്തമായി അറിയാവുന്ന നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. പക്ഷേ ഇതുപോലെ ഈ മത നേതാക്കന്മാരുടെ മത അധ്യക്ഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ അവർ കൃത്യമായ രീതിയിലൊരു തീരുമാനം എടുക്കുകയോ പറയുകയോ ചെയ്യില്ല. സുകുമാരൻ നായരുടെ കാര്യത്തിലായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിലായാലും ഇനിയിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പിൻ്റെ അതിരൂപതയുടെ കീഴിലുള്ള നമ്മുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ അമല ഹോസ്പിറ്റലിലൊക്കെ നഴ്സുമാരുടെ സമരം നടക്കുന്നുണ്ട്. അവിടെയും സഭയൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇവരൊരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ കാലത്തും രാഷ്ട്രീയവും മതവും തമ്മിൽ അഭേദ്യമായ ചില കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഈ നേതാക്കന്മാരൊക്കെ മേലധ്യക്ഷന്മാരുടെ തടവറയിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഭംഗിന്തരേണ പറയാം. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് VM സുധീരൻ്റെ പരാതിയിന്മേൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായി വരും.